വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവൻ്റെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ജനിതകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചെറുതിലേക്ക് കേട്ടിട്ടുള്ള കുറേ വാക്കുകളാണ്. നിന്നെ കാണാൻ നിൻ്റെ അമ്മേനെ പോലെയാണ്, നിൻ്റെ കണ്ണ് കാണാൻ നിൻ്റെ അച്ഛനെ പോലെയാണെന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെയുള്ള ക്യാരക്ടേഴ്സിന് കാരണം നമ്മുടെ ശരീരത്തിൽ അവരിൽ നിന്നും കിട്ടിയ പാരൻസിൽ നിന്നും കിട്ടിയ ജീനാണ്. ആ ജീനിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ ജീനിൻ്റെ പൊസിഷൻ എവിടെയാണ്, ജീൻ എവിടെയാണ് കാണുന്നത്, അതേപോലെ തന്നെ ജീൻ എങ്ങനെയാണ് കാണാൻ, അതിൻ്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെയാണ് ഈ പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ടേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ ഒരു നോബൽ സമ്മാനത്തെ പറ്റി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കെമിസ്ട്രിയിൽ കിട്ടിയിട്ടുള്ള ഒരു നോബൽ സമ്മാനത്തെ പറ്റി പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. ജെന്നിഫർ എ ഡൗട്ട്ന എന്ന് പറയുന്ന ആൾക്കും എമ്മാനുവൽ കാർപെയിൻറ്റർ എന്ന് പറയുന്ന ആൾക്കും 2020 കെമിസ്ട്രിയിൽ ഒരു നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. കെമിസ്ട്രിയിൽ, അതായത് രസതന്ത്രത്തിൽ. എന്തിനായിരിക്കും അവർക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടാവുക? ജീൻ എഡിറ്റിംഗ് മേഖലയിൽ ഒരു പ്രക്രിയ കണ്ടുപിടിച്ചതിനാണ് ഇവർക്ക് രണ്ടുപേർക്കും നോബൽ സമ്മാനം കിട്ടിയത്. ആ പ്രക്രിയയുടെ പേരാണ് ക്രിസ്റ്റർ കാസ് നയൺ. ക്രിസ്റ്റർ കാസ് നയൺ എന്ന് പറയുന്ന ഒരു പ്രക്രിയ, ജീൻ എഡിറ്റിംഗ് മേഖലയിൽ ക്രിസ്റ്റർ കാസ് നയൺ എന്ന് പറയുന്ന ഒരു പ്രക്രിയ കണ്ടുപിടിച്ചതിനാണ് ഇവർക്ക് രണ്ടുപേർക്കും നോബൽ സമ്മാനം കിട്ടിയത്. എന്താണ് ഈ ക്രിസ്റ്റർ കാസ് നയൺ എന്ന് വെച്ചാൽ? ക്രിസ്റ്റർ കാസ് നയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ DNA കാണുന്ന ജീനിനെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയനെയാണ് ക്രിസ്റ്റർ കാസ് നയൺ. അതാണ് ക്രിസ്റ്റർ കാസ് നയൺ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഡൗട്ടാണ്, എന്താണ് ഈ DNA എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ആ വീഡിയോയിൽ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എടുത്ത് ആവശ്യമില്ലാത്തതിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വീഡിയോ എഡിറ്റിംഗ് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ DNA ജീനുണ്ട്. ആ ജീനിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ജീനാണ് നമ്മുടെ സ്വഭാവത്തിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ ജീനിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നതിനെയാണ് DNA എഡിറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു DNA എഡിറ്റിംഗ് മേഖലയിൽ ഒരു പ്രക്രിയ കണ്ടുപിടിച്ചതിനാണ് എമ്മാനുവൽ കാർപെയിൻറ്റർക്കും ജെന്നിഫർ എ ഡൗട്ട്നയ്ക്കും എന്ത് കിട്ടിയത്? രസതന്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചതോടുകൂടി ശാസ്ത്രജ്ഞർക്ക് വളരെ സന്തോഷമായി. കാരണം എന്താ, ജനിതക രോഗ ചികിത്സയ്ക്കും അതേപോലെ തന്നെ ക്യാൻസർ എന്ന് പറയുന്ന രോഗങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റും എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ജീനിൻ്റെ എഡിറ്റിങ്ങിനുള്ളൊരു സംവിധാനം കൊണ്ടുവന്നല്ലോ. അപ്പോൾ ആ മേഖലയിലൊക്കെ ഇനി പുരോഗതി ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. വായിച്ചു നോക്കാം. ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നോബൽ എമ്മാനുവൽ കാർപെയിൻറ്റർ, ജെന്നിഫർ എ ഡൗട്ട്ന എന്നിവർ പങ്കിട്ടു. ഓക്കെ ആണല്ലോ. DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് ക്രിസ്റ്റർ കാസ് എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം. അതും ഓക്കെ ആണല്ലോ. ഇത് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളുടെയും രോഗങ്ങളുടെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇതുപകരിക്കും. ഓക്കെ, അപ്പോൾ സെറ്റാണല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ആ രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേര് പഠിച്ചു വയ്ക്കാം. അത് അവർ ഏത് പ്രക്രിയയാണ്, ജീൻ എഡിറ്റിങ്ങിലെ ഏത് പ്രക്രിയയാണ് അവർ കണ്ടുപിടിച്ചതെന്നും ഓർത്തു വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് അടുത്തത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത്. നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ വരേണ്ട ചോദ്യം എന്താണ്? ആ ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജീനിനെ കാണാൻ കൂടി കഴിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അതിനെ എഡിറ്റ് ചെയ്യാനാകുക? ശരിയല്ല കുട്ടി ചോദിച്ചത്. ജീൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റില്ല, പിന്നെ എങ്ങനെയായിരിക്കും അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ള ചോദ്യം, കൗതുകരമായിട്ടുള്ളൊരു ചോദ്യം, നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ചോദ്യമാണ് ആ കുട്ടി ചോദിച്ചത്. അപ്പോൾ ഈ കുട്ടിയുടെ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കണ്ടേ? ആ ഉത്തരം കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ DNAയുടെ സ്ഥാനം, അതായത് DNA എവിടെയാണ് കാണുന്നത്, DNAയിൽ ജീൻ എവിടെയാണ് കാണുന്നതെന്നാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ
ഇവിടെ നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം തന്നിട്ടുണ്ട്. DNA സ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ടുള്ള ചിത്രം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോടിക്കണക്കിന് സെൽസ് കൊണ്ടാണ്, അല്ലെങ്കിൽ കോശം കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് സെൽസ് ഉണ്ട്. ആ സെൽസിൻ്റെ ഉള്ളിൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെന്താ വിളിക്കാം? യെസ്, ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ക്രോമസോംസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമസോംസ് ഉണ്ട്. ഈ ക്രോമസോംസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്? DNA എന്ന് പറയുന്നത്. DNA, ഈ കാണുന്ന സ്ട്രക്ചറാണ് DNA എന്ന് പറയുന്നത്. DNA ഒരു ചെറിയ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ജീൻ എന്ന് പറഞ്ഞു. അപ്പോൾ DNA സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലായല്ലോ? കോശത്തിൻ്റെ ഉള്ളിൽ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ, ക്രോമസോംസിൻ്റെ ഉള്ളിലാണ് DNA കാണുന്നത് എന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. DNA നമ്മൾ ആദ്യം തന്നെ ഒരു കോശം കണ്ടു. ഇതാണ് കോശം. കോശത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു. ഈ ന്യൂക്ലിയസിനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെന്ത് കാണും? ക്രോമസോംസ് കാണാൻ പറ്റും. ഈ ക്രോമസോംസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്? DNA എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചറാണ് DNA എന്ന് പറയുന്നത്. ആ DNA ഒരു ചെറിയ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ജീൻ എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ DNA സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ മനസ്സിലുള്ള ചോദ്യം എന്താ? DNA കാണാൻ എങ്ങനെയാണ് DNA കാണാൻ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് അടുത്തത് പറയാൻ പോകുന്നത്. DNA ഘടന. 1953 2 ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. ആ 2 ശാസ്ത്രജ്ഞന്മാരുടെ പേരാണ് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞന്മാർ കൂടിയിട്ട് പറഞ്ഞു DNA എന്ന് പറയുന്നത് കാണാൻ ചുറ്റുഗോവണി മാതൃക പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ DNA ചുറ്റുഗോവണി മാതൃക അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA പ്രപ്പോസ് ചെയ്ത 2 സയൻറ്റിസ്റ്റാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. അപ്പോൾ ഈ 2 സയൻറ്റിസ്റ്റുകളെയും, അതായത് ജെയിംസ് വാട്സണെയും ഫ്രാൻസിസ് ക്രിക്കിനെയും DNA എന്ന് പറയുന്നത് ഒരു ഡബിൾ ഹെലിക്സ് മോഡലാണ്, അല്ലെങ്കിൽ ഒരു ചുറ്റുഗോവണി മാതൃകയെ പോലെയാണ് DNA കാണാൻ എന്ന് പറയുന്ന നിഗമനത്തിലേക്ക് എത്തിക്കാനായിട്ട് അവരെ സഹായിച്ച ഒരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണമാണ് എക്സ്റേ പഠനം അല്ലെങ്കിൽ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്സ് നടത്തിക്കൊണ്ടിരുന്നത് റോസാലിൻഡ് ഫ്രാങ്ക്ലിനും മോറിസ് വില്ലിക്കൺ എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞന്മാരായിരുന്നു എന്ത് നടത്തിയിട്ടുള്ളത്? എക്സ്റേ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ നടത്തിയ എക്സ്റേ പഠനമാണ് ജെയിംസ് വാട്സണെയും ഫ്രാൻസിസ് ക്രിക്കിനെയും DNA ഡബിൾ ഹെലിക്സ് മോഡൽ പ്രൊപ്പോസ് ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. എന്തായിരിക്കും ആ കാരണം? മറ്റേ എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടെ ഓരോ പരീക്ഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവർ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോട്ടോയാണ് ഫോട്ടോ 51 എന്ന് പറയുന്ന ഫോട്ടോ. ഈ കാണുന്നത് ഫോട്ടോ 51 ആണ്. ഈ ഫോട്ടോ 51 നടത്തിയ ഒരു കണ്ടെത്തലിൽ നിന്നാണ് ഈ നിർണായകമായ വിവരം ലഭിച്ചത്. എന്ത്? DNA എന്ന് പറയുന്നത് ഒരു ചുറ്റുകോവണി മാതൃക പോലെയാണ് എന്നുള്ള ഒരു നിഗമനത്തിലോട്ടേക്ക് ഇവരെത്തിക്കാൻ സഹായിച്ചത് ഈ ഫോട്ടോ 51 ആണ്. അപ്പോൾ ഈ ചുറ്റുകോവണി മാതൃകയുടെ ഈ മോഡൽ, ഡബിൾ ഹെലിക്സ് മോഡൽ പ്രൊപ്പോസ് ചെയ്തതിന് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മാത്രം അഭിനന്ദനം കിട്ടിയാൽ മതിയോ? വേണ്ടല്ലോ. ബാക്കി 2 പേർക്കും കിട്ടണ്ടേ? റോസാലിൻഡ് ഫ്രാങ്ക്ലിനും മോറിസ് വില്ലിക്കണും കിട്ടണ്ടേ? പക്ഷെ നിർഭാഗ്യവശാൽ റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ 37-ാം വയസ്സിൽ അന്തരിച്ചുപോയി. പാവണ്ടല്ലേ? റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ 37-ാം വയസ്സിൽ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മരണശേഷം 1962 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മോറിസ് വില്ലിക്കണും 1962 മെഡിസിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. പാവം റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ, അദ്ദേഹം മരിച്ചുപോയിട്ടുണ്ട്.
അപ്പോൾ DNA എങ്ങനെയാണ് DNA ഡബിൾ ഹെലിക്സ് മോഡൽ പ്രൊപ്പോസ് ചെയ്ത 2 ശാസ്ത്രജ്ഞന്മാരാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. അവരുടെ ആ പരീക്ഷണത്തിലോട്ടേക്ക് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലിലോട്ടേക്ക് നിഗമനത്തിലോട്ടേക്ക് അവരെ നയിച്ച വേറൊരു പരീക്ഷണം ഉണ്ടായിരുന്നു, എക്സ്റേ പഠനം എന്ന് പറയുന്നത്. അത് രണ്ടും നടത്തിക്കൊണ്ടിരുന്നത് മോറിസ് വില്ലിക്കണും റോസാലിൻഡ് ഫ്രാങ്ക്ലിനുമാണ്. അവരുടെ ഒരു ഫോട്ടോ 51 നിന്ന് കിട്ടിയ ഒരു നിർണായകമായിട്ടുള്ള ഒരു നിഗമനമാണ് ഇവരെ ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്യാനായിട്ട് കാരണം. അതിനുശേഷം 1962 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മോറിസ് വില്ലിക്കണും നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. റോസാലിൻ ഫ്രാങ്ക്ലിൻ 37-ാം വയസ്സിൽ മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടിയില്ല, നോബൽ സമ്മാനം കിട്ടിയില്ല. ഇവിടെ നിങ്ങൾക്ക് റോസാലിൻ ഫ്രാങ്ക്ലിനെ, മോറിസ് വില്ലിക്കൻ്റെയും ഫ്രാൻസിസ് ക്രിക്കിൻ്റെയും ജെയിംസ് വാട്സൻ്റെ ഒക്കെ പിക്ചർ കാണാം. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ഇനിയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. DNA സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് DNA സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് DNA. നമ്മൾ പറഞ്ഞു DNA എന്ന് പറയുന്നത് ഒരു ചുറ്റുകോവണി മാതൃക പോലെയാണ് എന്ന് പറഞ്ഞു. ഈ DNAയിലേക്ക് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത്. ഈ കാണുന്നതാണ് DNA ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഡബിൾ ഹെലിക്സ് മോഡലാണ് DNA എന്ന് പറഞ്ഞു, അതിനെ ഞാനൊന്ന് നേരെ വെച്ചതാണിത്. ഈ DNAക്ക് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇഴകൾ എന്ന് പറയുന്നത് ഈ റെഡിങ്കിൽ വരച്ചേക്കുന്നതാണ് ഇഴകൾ എന്ന് പറയുന്നത്. റെഡിങ്കിൽ വരച്ചേക്കുന്ന ഈ ഒരു ഭാഗവും അതേപോലെ തന്നെ ഈ ഒരു ഭാഗമാണ് ഇഴകൾ എന്ന് പറയുന്നത്. അപ്പോൾ DNAക്ക് എത്ര ഇഴയുണ്ട്? 2 ഇഴയാണ് DNAക്ക് ഉള്ളത്. അതേപോലെ തന്നെ ഈ പച്ചയിൽ വരച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് പടികൾ എന്ന് പറയുന്നത്. അപ്പം DNAക്ക് പ്രധാനമായിട്ടും 2 ഭാഗമാണുള്ളത്, ഒന്ന് ഇഴകളും ഒന്ന് പടികളും. ഈ DNA ഇഴകൾ എന്ന് പറയുന്നത് 2 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. DNA-ക്ക് 2 ഇഴകളുണ്ട്, പിന്നെ പടികളുണ്ട്. ഇതിൽ DNA എന്ന് പറയുന്നത്, DNA-യുടെ ഇഴകൾ എന്ന് പറയുന്നത് പഞ്ചസാര, ഫോസ്ഫേറ്റ് എന്നിവ കൊണ്ടാണ് എന്തിട്ടുണ്ടാക്കിയിരിക്കുന്നത്, DNA-യുടെ ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ DNA-യുടെ പടികൾ ഉണ്ടല്ലോ, ആ പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രജൻ ബേസും കൊണ്ടാണ്. അപ്പോൾ DNA-ക്ക് എത്ര ഇഴയുണ്ട്? DNA-ക്ക് പ്രധാനമായിട്ടും 2 ഇഴയാണുള്ളത്. ആ DNA-യുടെ ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചസാര കൊണ്ടും പിന്നെ ഫോസ്ഫേറ്റും കൊണ്ടാണ്. DNA-യിൽ നൈട്രജൻ ബേസ് വെച്ചിട്ടാണ് പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പടികൾ നൈട്രജൻ ബേസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം. അതിനു മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ന്യൂക്ലിയോടൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA-യുടെ ബേസിക് യൂണിറ്റിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുക. അതായത് ഇപ്പം നമ്മൾ വീട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം വേണ്ട സംഭവമാണ് ഇഷ്ടിക. ആ ഇഷ്ടികകൾ ചെറുതായിട്ട് വെച്ചാണ് നമുക്ക് വലിയൊരു വീടുണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബേസിക് യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടിക എന്ന് പറയാം. അതേപോലെ തന്നെ DNA ഉണ്ടാക്കാൻ വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ന്യൂക്ലിയോടൈഡിനെ പറ്റിയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ന്യൂക്ലിയോടൈഡ് പ്രധാനമായിട്ടും 3 സംഭവങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് ഒരു പഞ്ചസാര തന്മാത്ര, ഒന്ന് ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ, പിന്നെ നൈട്രജൻ ബേസ്. ഇങ്ങനെ 3 സംഭവങ്ങൾ കൊണ്ടാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ചിത്രം ഈ കാണുന്നതാണ് അതിൻ്റെ ചിത്രം എന്ന് പറയുന്നത്. ഒരു പഞ്ചസാരയുണ്ട്. ഈ പഞ്ചസാരയിൽ 5 കാർബണാണുള്ളത്. അതേപോലെ തന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് ഇതിനകത്ത്. അതേപോലെ തന്നെ നൈട്രജൻ ബേസസ് ഉണ്ട്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്, പിന്നെ നൈട്രജൻ ബേസും ഉണ്ട്. അങ്ങനെ 3 സംഭവങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡ് DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ്. DNA ഉണ്ടാക്കിയിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡ് ആണ്. ഇപ്പം ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇത് വരച്ചു വെച്ചാൽ മതി. ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ട്? ഒരു പഞ്ചസാര ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, ഒരു നൈട്രജൻ ബേസസ് ഉണ്ട്.
അങ്ങനെയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയണം നൈട്രജൻ ബേസ്. ഈ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് 4 പ്രധാനപ്പെട്ട നൈട്രജൻ ബേസസ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെ നൈട്രജൻ ബേസ് ആണ് അഡിനിൻ, രണ്ടാമത്തെ നൈട്രജൻ ബേസ് ആണ് തൈമിൻ, മൂന്നാമത്തെ നൈട്രജൻ ബേസ് ആണ് ഗ്വാനിൻ, നാലാമത്തെയാണ് സൈറ്റോസിൻ. അപ്പോൾ പ്രധാനപ്പെട്ട 4 നൈട്രജൻ ബേസസ് ഉണ്ട് നമുക്ക്. ഒന്ന് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന 4 നൈട്രജൻ ബേസാണ് നമുക്കുള്ളത്. ഇതിൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന കാര്യം. ഗ്വാനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് എപ്പോഴും സൈറ്റോസിനായിട്ട് മാത്രമേ ബോണ്ട് ചെയ്യുള്ളൂ വിത്ത് 3 ഹൈഡ്രജൻ ബോണ്ട്. നമുക്ക് എപ്പോഴും അറിയാം, ഒരാൾ വേറൊരാളായിട്ട് ബോണ്ട് ചെയ്യണമെങ്കിൽ അവർക്കിടയിൽ എന്ത് വേണം? ബോണ്ടിങ് വേണം. ഇവിടെ ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ അഡിനിൻ എപ്പോഴും തൈമിനായിട്ട് മാത്രമേ ബോണ്ട് ചെയ്യുള്ളൂ വിത്ത് 2 ഹൈഡ്രജൻ ബോണ്ട്. അഡിനിൻ എപ്പോഴും തൈമിനായിട്ട് മാത്രമാണ് ബോണ്ട് ചെയ്യുന്നത്, അവർക്കിടയിൽ 2 ഹൈഡ്രജൻ ബോണ്ടാണുള്ളത്. ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനായിട്ട് മാത്രമേ ബോണ്ട് ചെയ്യത്തുള്ളൂ വിത്ത് 3 ഹൈഡ്രജൻ ബോണ്ട്. ആൻഡ് അഡിനിൻ എപ്പോഴും തൈമിനായിട്ട് മാത്രമേ ബോണ്ട് ചെയ്യത്തുള്ളൂ വിത്ത് 2 ഹൈഡ്രജൻ. ഇനി ഈ ന്യൂക്ലിയോടൈഡ്സ്, അപ്പോൾ നമുക്കറിയാം നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ഇഷ്ടികൾ വെച്ച് പിന്നെ അതിൽ സിമൻറ്റ് വെച്ച് ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 ഇഷ്ടികകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടായതുകൊണ്ട് മാത്രം എന്താവില്ല? ഒരു DNA ഉണ്ടാവില്ലല്ലോ. നമുക്കൊരു വീടുണ്ടാവണമെങ്കിൽ കുറേ ഇഷ്ടികകൾ വേണ്ടേ? അതേപോലെ തന്നെ ന്യൂക്ലിയോടൈഡുകൾ കുറേ എണ്ണം കൂടി ചേർന്നിട്ടാണ് ഒരു DNA മോളിക്യൂള് ഉണ്ടാവുന്നത്. ഒരു പിക്ചറിൽ നമുക്ക് തന്നിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ്സുകൾ ഇങ്ങനെ കൂടി ചേർന്ന് എങ്ങനെയാണ് ഒരു DNA മോളിക്യൂൾ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ആദ്യം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ബ്ലൂ ബോക്സിൽ കാണിച്ചിരിക്കുന്നത് ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. അപ്പോൾ ആ ന്യൂക്ലിയോടൈഡിലെ നൈട്രജൻ ബേസ് എന്താണ്? അഡിനിനാണ്. അടുത്തതെന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. ആ ന്യൂക്ലിയോടൈഡിൻ്റെ നൈട്രജൻ ബേസ് സൈറ്റോസിൻ ആണ്. അടുത്തതാണ് അത് അഡിനിനാണ് നൈട്രജൻ ബേസ്. അടുത്തതിൻ്റെ ന്യൂക്ലിയോടൈഡിൻ്റെ നൈട്രജൻ ബേസ് ഗ്വാനിനാണ്. അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നൈട്രജൻ ബേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ നൈട്രജൻ ബേസിൽ ഫോസ്ഫേറ്റ് നോക്കിയേ, ഈ കാണുന്നതാണ് ഫോസ്ഫേറ്റ്. ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ഫോസ്ഫേറ്റ്. ആ ഫോസ്ഫേറ്റ് ഷുഗറിൻ്റെ ഒരു കാർബണാറ്റമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഫോസ്ഫേറ്റ് ഷുഗറായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അറിയാം, നമ്മൾ ഇഷ്ടികകൾ വെക്കുമ്പോൾ ഒരു ഇഷ്ടിക വെച്ചു, വേറൊരു ഇഷ്ടിക വെച്ചു, അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് 2 ഇഷ്ടികകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരിൽ എന്ത് ചെയ്യുന്നത്? സിമെൻറ്റ് വെച്ച് ഫില്ല് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ന്യൂക്ലിയോടൈഡ് വെച്ചു, ആ ന്യൂക്ലിയോടൈഡിനെ വേറൊരു ന്യൂക്ലിയോടൈഡായിട്ട് ബന്ധിപ്പിക്കുന്നത് ഫോസ്ഫേറ്റ് ആണ്. ഒരു ഫോസ്ഫേറ്റ് മറ്റേ ന്യൂക്ലിയോടൈഡിലെ പഞ്ചസാര തന്മാത്രയിലെ ഒരു കാർബണായിട്ട് ജോയിൻ ചെയ്യും. അതാണ് നടക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? നൈട്രജൻ ബേസസ് ആണ് വരുന്നത്. ഈ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറഞ്ഞു, നൈട്രജൻ ബേസുകൾ തമ്മിൽ പെയർ നടക്കുന്നതിന് ഒരു റൂളുണ്ട്. എപ്പോഴും ഗ്വാനിൻ സൈറ്റോസിനായിട്ടും അഡിനിൻ തൈമിനുമായിട്ട് മാത്രമേ ബോണ്ട് ചെയ്യുള്ളൂ എന്ന്. അതേപോലെ തന്നെയല്ലേ ഇവിടെ നടത്തേക്കുന്നത്? ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനായിട്ട്, അഡിനിൻ എപ്പോഴും തൈമിനായിട്ട്, സൈറ്റോസിൻ ഗ്വാനിനായിട്ട്, അഡിനിൻ തൈമിനായിട്ട് ബോണ്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതെപ്പോഴും റിവേഴ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ നേരെയായിരുന്നു, ഇവിടെ റിവേഴ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം എന്താണ്? നൈട്രജൻ ബേസ് തമ്മിൽ ജോയിൻ ചേരണമല്ലോ. ജോയിൻ ചേരണമെങ്കിൽ ഇവർ തിരിഞ്ഞു വന്നാലല്ലേ ജോയിൻ നടക്കുള്ളൂ. നേരെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ന്യൂക്ലിയോടൈഡ്സുകളെ കൂട്ടി വെച്ചിട്ട് ഒരു DNA ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഇതിൽ ഇത്രയും ഭാഗം, ഈ വരയ്ക്കുന്ന ഇത്രയും ഭാഗമാണ് ഇഴകൾ. ഇത്രയും ഭാഗം ഇഴകളാണ്. അപ്പോൾ ആ ഇഴകൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒന്ന് ഷുഗർ കൊണ്ടും അല്ലെങ്കിൽ പഞ്ചസാര തന്മാത്ര കൊണ്ടും പിന്നെ ഫോസ്ഫേറ്റ് മോളിക്യൂളും കൊണ്ടാണ് ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നൈട്രജൻ ബേസുകളാണ് എന്തെന്ന് പറയുന്നത്? പടികളെന്നും പറയുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ഭാഗം നോക്കാം.
നോക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് നൈട്രജൻ ബേസ് ഏതൊക്കെയുണ്ട്. എപ്പോഴും അഡിനിൻ എപ്പോഴും ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അഡിനിൻ എപ്പോഴും മാത്രമായിട്ടേ ബോണ്ട് ചെയ്യത്തുള്ളൂ. ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനായിട്ട് മാത്രമേ ബോണ്ട് ചെയ്യത്തുള്ളൂ എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. അഡിനിൻ തൈമിനായിട്ട് ബോണ്ട് ചെയ്യുന്നത് 2 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടും ഗ്വാനിൻ സൈറ്റോസിനായിട്ട് ബോണ്ട് ചെയ്യുന്നത് 3 ഹൈഡ്രജൻ ബോണ്ടും വെച്ചിട്ടാണെന്ന് ഓർക്കണം. അഡിനിൻ തൈമിനായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടും ഗ്വാനിൻ സൈറ്റോസിനായിട്ട് എപ്പോഴും 3 നൈട്രജൻ ബോണ്ടും വെച്ചിട്ട് ജോയിൻ ചെയ്യുള്ളൂ എന്ന് ഓർക്കണം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ന്യൂക്ലിയോടൈഡിൻ്റെ കാര്യം. DNA അടിസ്ഥാന നിർമ്മാണ ഘടകം. അതെ, ഇപ്പോൾ ഒരു DNA അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാന്ന് ചോദിച്ചിട്ട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ന്യൂക്ലിയോടൈഡ് ആണ് എന്ന് എഴുതണം. അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ വരച്ചു വയ്ക്കണം. കേട്ടല്ലോ. അപ്പോൾ DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡ്. ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ന്യൂക്ലിയോടൈഡിൽ ഒരു പഞ്ചസാരയുണ്ട്, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചസാരേനെ വിളിക്കുന്ന പേരാണ് ഡിയോക്സി റൈബോസ് പഞ്ചസാര. DNA കാണുന്ന പഞ്ചസാരയുടെ പേര് ഏതാന്ന് ചോദിക്കും ചിലപ്പോൾ. അപ്പോൾ DNA കാണുന്ന പഞ്ചസാരയുടെ പേരാണ് ഡിയോക്സി റൈബോസ് പഞ്ചസാര. പിന്നെ എന്തുണ്ട്? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. ഇവ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നൈട്രജൻ ബേസ് എന്താ? നൈട്രജൻ ബേസ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, നൈട്രജൻ ഉണ്ട് അവർക്ക്. പിന്നെ അവർക്ക് എന്ത് സ്വഭാവമാണ്? ആൽക്കലി സ്വഭാവമാണുള്ളത്. ഇനി ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫേറ്റ് ആണ് ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പം ന്യൂക്ലിയോടൈഡുകളെ രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോസ്ഫേറ്റ് ആണെന്ന് പറയണം. ഓക്കെ, അത് അത്രയേ ഉള്ളൂ എന്തിൽ? ന്യൂക്ലിയോടൈഡിൻ്റെ കാര്യത്തിൽ. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഒരു വർക്ക് ബുക്ക് പോലെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഭാഗത്തിലേക്ക് പോകാം. ഇതാണ് ഒരു വർക്ക് ഷീറ്റ് പോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം, പറ്റുമോ എന്ന് നോക്കാം. ഈ ഒരു വർക്ക് ഷീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കട്ടോ. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ DNA ഇഴകളുടെ എണ്ണം. DNA എത്ര ഇഴയുണ്ട്? 2 ഇഴ. നമ്മൾ പഠിച്ചതാണ്. ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ നമുക്കറിയാം, ഷുഗർ കൊണ്ടും ഫോസ്ഫേറ്റ് കൊണ്ടുമാണെന്ന്. പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ എന്താ? നൈട്രജൻ ബേസ് കൊണ്ടാണ്. വിവിധ തരം നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ നമ്മൾ പഠിച്ചതാ. ഇനി പടികൾ രൂപപ്പെടുന്ന വിധം നമ്മൾ പഠിച്ചു. പടികൾ എങ്ങനെയാണ് രൂപപ്പെടുക? നമ്മൾ 4 നൈട്രജൻ ബേസ് ഉണ്ട്. ഗ്വാനിൻ നമ്മൾ പറഞ്ഞു, ഗ്വാനിൻ എപ്പോഴും എന്തായിട്ട് മാത്രമേ ജോയിൻ ചെയ്യത്തുള്ളൂ? ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനായിട്ട് മാത്രമേ ജോയിൻ ചെയ്യത്തുള്ളൂ. എത്ര ബോണ്ട്? 3 ഹൈഡ്രജൻ ബോണ്ട് വെച്ച്. അഡിനിൻ എപ്പോഴും തൈമിനായിട്ട് മാത്രമേ ബോണ്ട് ചെയ്യത്തുള്ളൂ വിത്ത് 2 ഹൈഡ്രജൻ ബോണ്ട്. അത് എഴുതി വെച്ചാൽ മതി. ഇനി നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്ന വിധം അത് ഇപ്പം തന്നെ പറഞ്ഞതാ. ഗ്വാനിൻ സൈറ്റോസിനായിട്ടും അഡിനിൻ തൈമിനായിട്ടും മാത്രമേ ജോയിൻ ചെയ്യത്തുള്ളൂ. അതിൽ ഗ്വാനിൻ സൈറ്റോസിനായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടും അഡിനിൻ തൈമിനായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുക. അത് എത്ര എഴുതിയാൽ മതി. ഇനി ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു സ്ട്രക്ചറാണ്. ഈ കാണിച്ചിരിക്കുന്ന ഒരു സംഭവത്തിനെയാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയോടൈഡിൽ ഏതൊക്കെ തന്മാത്രയുണ്ട്? ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാരയുണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഈ ഒരു ഭാഗം ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പോർഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുറേ പോർഷൻസ് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യം തന്നെ നമ്മൾ എന്താണ് ജീൻ എഡിറ്റിങ്ങിൽ നോബൽ സമ്മാനം കിട്ടിയ 2 ശാസ്ത്രജ്ഞന്മാരുടെ പേര് പഠിച്ചു. DNA സ്ഥാനം എവിടെയാണെന്ന് പഠിച്ചു. DNA എങ്ങനെയാണ്, അവരുടെ കാണാൻ എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെ DNA ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് പഠിച്ചു. പിന്നെ ന്യൂക്ലിയോടൈഡ് എങ്ങനെയാണ് ജോയിൻ ചെയ്തിട്ട് ഒരു DNA ആവുന്നതെന്ന് പഠിച്ചു. പിന്നെ നമ്മളൊരു വർക്ക് ഷീറ്റ് ചെയ്തു.
അപ്പോൾ ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് യൂട്യൂബ് ചാനലിൽ. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുമ്പോട്ട് ഇനി വീഡിയോ ഇട്ട് പോകാനായിട്ട് താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.